ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മോളിക്യൂളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് നോക്കാം. അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിക്യൂളിൻ്റെ എല്ലാ ആറ്റത്തിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ മോളിക്യൂളിൽ എൻ ആറ്റം കൊണ്ടാണ് നമ്മുടെ മോളിക്യൂൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? 3n ആയിരിക്കും അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. അതിൽ തന്നെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നമുക്ക് അവിടെ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും, റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും, അതുപോലെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. സോ ഈ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ നമുക്കിവിടെ ഏത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും കാൽക്കുലേറ്റ് ചെയ്തൂടെ? അതായത് നമുക്ക് ട്രാൻസ്ലേഷനും റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു മോളിക്യൂളിൻ്റെ അറിഞ്ഞാൽ നമുക്ക് അവിടെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെത് ആവശ്യം വരുന്നത് നമ്മുടെ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയിലാണ് മെയിനായിട്ട് വരുന്നത്. സോ അവിടെ നമ്മളുടെ മോളിക്യൂളിൽ എത്ര വൈബ്രേഷൻ മോഡ്സ് ആക്റ്റീവ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ്ഫുൾ ആണ്. സോ നമ്മളുടെ മോളിക്യൂൾസിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും, ലീനിയർ ആൻഡ് നോൺ ലീനിയർ മോളിക്യൂൾസ്. സോ 2 കാറ്റഗറിയിലും നമ്മളുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലീനിയർ മോളിക്യൂൾസിൻ്റെ നോക്കാം. ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾ, അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് HCl മോളിക്യൂൾ എടുക്കാം. ഓക്കെ, സോ HCl മോളിക്യൂൾ ലീനിയർ മോളിക്യൂൾ ആണ്. അവിടെ നമുക്ക് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതായത് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യാണ്. സോ ഈ HCl മോളിക്യൂളിന് നമുക്കിവിടെ 3 ഡയറക്ഷനിൽ, ഇത് എക്സ് ആൻഡ് വൈ ആൻഡ് സെഡ് ആണെങ്കിൽ ഈ 3 ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാനുള്ള അവിടെ ഫ്രീഡം ഉണ്ടല്ലോ. ഏത് ഡയറക്ഷനിലേക്കും അതിന് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് 3 ഡയറക്ഷനിലേക്കും അല്ലെങ്കിൽ ഇതിന് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈ മോളിക്യൂളിന് 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ റൊട്ടേഷൻ അതിന് എങ്ങനെയൊക്കെയാണ് പോസിബിൾ ആവുന്നത്? ഈ ഒരു ആക്സിസിൽ ഇതിന് റൊട്ടേറ്റ് ചെയ്തൂടെ? ഇങ്ങനെ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ആക്സിസിൽ ഇതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. സോ ആ 2 ആക്സിസിലാണ് അതിന് റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. സോ ഈ മോളിക്യൂളിൽ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ 3 ട്രാൻസ്ലേഷനുണ്ട്, 2 റൊട്ടേഷനുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കില്ലേ നമ്മുടെ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവുക. സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? n ആറ്റം ആണെങ്കിൽ അവിടെ ടോട്ടൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും ടോട്ടൽ ഉണ്ടായിരിക്കുക. അതിൽ തന്നെ എന്താണ് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നു. അതുപോലെ തന്നെ എന്താണ് 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നു. സോ ബാക്കിയുള്ള നമ്മളെ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അതായത് 3n മൈനസ് 5 ചെയ്താൽ പോരെ? സോ 3n മൈനസ് 5 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ബാക്കിയുള്ള വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ നോൺ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളിൻ്റെ കേസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. സോ അതിൽ നമ്മുടെ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾസ് വരുമ്പോൾ നമുക്ക് ആദ്യം BCl3 എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സോ BCl3. ഓക്കെ, സോ BCl3 മോളിക്യൂളിൽ നമുക്കവിടെ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. നമ്മുടെ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ 3 ആക്സിസിൽ അതിന് ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ റൊട്ടേഷൻ ആണ് നോക്കാനുള്ളത്. സോ ഇവിടെ നമുക്ക് ആദ്യം ആക്സിസ് വരച്ചു വയ്ക്കാം, അതായത് എക്സ്, വൈ ആൻഡ് സെഡ്. സോ ഈ മോളിക്യൂളിന് 3 ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഈ എക്സ് ആക്സിസിന് അക്രോസ് ആയിട്ട് ഈ ഒരു റൊട്ടേഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ സെഡ് ആക്സിസിൽ ഇങ്ങനെയാണ് വരിക. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് വരിക. അതായത് ഈ ബോറോണിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ ഒരു ആക്സിസ് ഉണ്ടായിരിക്കും. ആ ആക്സിസിൽ ഇങ്ങനെ റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൻ്റെ രീതിയിൽ ഒരു റൊട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ Cl2 Cl തമ്മിൽ അങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് നോൺ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളിൻ്റെ കേസിൽ 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ നമ്മളുടെ
ടോട്ടൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നമ്മൾ 3 ട്രാൻസ്ലേഷനും 3 റൊട്ടേഷനും കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടോ അതാണ് നമ്മുടെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് നോൺ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ. അത് എത്രയായിരിക്കും വരിക? അതിൻ്റെ വാല്യൂ, അതായത് നമ്മുടെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 3n - 6 ആണ് വരിക. നമ്മുടെ നോൺ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിലാണ് ഇത് വരുന്നത്. ലീനിയർ മോളിക്യൂളിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, 3n - 5 ആണ് നമ്മുടെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് വാട്ടർ. സോ നമ്മളോട് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ. സോ നമ്മുടെ വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ലേ വരുന്നത്? OH, അതായത് നമ്മുടെ H2O മോളിക്യൂൾ. സോ ഇവിടെ നമ്മുടെ വാട്ടർ എന്താണ്? ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലേ? സോ നോൺ ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ എന്താണ്? 3n - 6 ആണ് നമ്മുടെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. അതിൽ തന്നെ n വാല്യൂ ഇവിടെ എത്രയാണ്? n 3 ആണ്. ഓക്കെ, സോ ഇവിടെ 3 ട്രാൻസ്ലേഷനിലുണ്ടായിരിക്കും, ട്രാൻസ്ലേഷനിലുണ്ട്, അതുപോലെ തന്നെ എന്താണ്? 3 റൊട്ടേഷനിലും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മളുടെ 3n - വൈബ്രേഷനും ഉണ്ട്. സോ നമുക്കിവിടെ വൈബ്രേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 3 × 3 - 6 അല്ലേ വരിക? അതായത് 9 - 6 ടോട്ടൽ എത്രയാണ്? 3 വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമ്മളുടെ വാട്ടർ മോളിക്യൂളിന് ആക്റ്റീവായിട്ട് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? 3n - 6 ആണ് ഇവിടെ നോൺ ലീനിയറിൻ്റെ കേസിൽ, 3n - 5 നമ്മൾ ലീനിയറിൻ്റെ കേസിലും യൂസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കാൽക്കുലേറ്റ് ദ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ നമുക്ക് ആദ്യം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്: C+O ഇങ്ങനെയാണ് വരുന്നത്. സോ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളാണ്. സോ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളിൽ നമുക്ക് വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 3n - 5 ആണ് വരുന്നത്. അവിടെ 3 ട്രാൻസ്ലേഷൻ ഉണ്ട്, 2 റൊട്ടേഷൻ ഉണ്ട്. ഇനി നമുക്കിവിടെ ടോട്ടൽ ആറ്റത്തിൻ്റെ നമ്പർ എത്രയാണ്? 3 ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്കവിടെ 3 × 3 - 5, അതായത് 9 - 5, അതായത് എന്ത് വരും? 9 - 5 4 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമ്മളുടെ മോളിക്യൂൾ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ നമുക്ക് ടോട്ടൽ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, അതായത് 4 വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അവിടെ വരുന്നത്. പക്ഷേ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി നോക്കുമ്പോൾ നമുക്കവിടെ 4 വൈബ്രേഷൻ മോഡ്സ് അവിടെ ആക്റ്റീവായിട്ട് കാണില്ല. കാരണമുണ്ട്. അതായത് നമ്മുടെ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയിലെ ആ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്കവിടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ചേഞ്ച് കാണിക്കണം. എന്നാൽ മാത്രമേ അവിടെ മോളിക്യൂൾ IR ആക്റ്റീവ് ആവുകയുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ ഇവിടെ 4 വൈബ്രേഷൻ മോഡ് ആക്റ്റീവ് ആണെങ്കിൽ കൂടി നമുക്കവിടെ IR കാണിക്കേണ്ട, അതായത് ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് കാണിക്കുന്നത് 3 വൈബ്രേഷൻസ് മാത്രമാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ അവിടെ സിമെട്രിക് ആയിട്ടുള്ള സ്ട്രെച്ച് ഉണ്ട്, അസിമെട്രിക് ആയിട്ടുള്ള സ്ട്രെച്ച് ഉണ്ട്, പിന്നെ 2 ബെൻഡിങ് മോഡ് വൈബ്രേഷൻസും ഉണ്ട്. സോ അതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സിമെട്രിക് ആയിട്ടുള്ള സ്ട്രെച്ച് ഇല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സിമെട്രിക് ആയിട്ടുള്ള സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അത് സിമെട്രിക് ആയിട്ട് സ്ട്രെച്ച് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡയറക്ഷനിലേക്കും ഈക്വൽ എക്സ്റ്റെൻറ്റിൽ നമ്മുടെ ബോണ്ട് വൈബ്രേറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഈക്വൽ എക്സ്റ്റെൻറ്റിൽ നമ്മുടെ ബോണ്ട് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്താണ്? അവിടെ ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വരുന്നില്ല. സോ ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വരാത്തോടത്തോളം കാലം അത് IR ആക്റ്റീവ് ആവില്ല. IR ആക്റ്റീവ് ആവണമെങ്കിൽ എന്താണ്? നമ്മുടെ വൈബ്രേഷൻ്റെ സമയത്ത് ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് വരണം. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 4 വൈബ്രേഷൻ മോഡിൽ ഒരു മോഡിൽ അവിടെ ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് വരുന്നില്ല, അതുകൊണ്ട് അത് IR ആക്റ്റീവ് ആകുന്നില്ല. നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിൽ 4 മോഡ് വൈബ്രേഷൻ മോഡ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി വഴി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 3 വൈബ്രേഷൻ മോഡ്സ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ നമുക്കവിടെ കാർബൺ ഡൈ ഓക്സൈഡിൽ 3 ആക്റ്റീവ് വൈബ്രേഷൻ മോഡ്സ് മാത്രമേ IR ആക്റ്റീവ് ആയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഇതും തന്നെ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നതാണ്. ക്ലിയർ അല്ലേ? സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കൺസെപ്റ്റായിട്ട് കാണാം. സീ യു ഗൈസ്, ബൈ.